അവർ സിറ്റിംഗ് സീറ്റാണത്, അവരുടെ സിറ്റിംഗ് സീറ്റാണ് ആം ആദ്മി പാർട്ടിയുടെ. അല്ല, ഞങ്ങൾ ഒരു സീറ്റിൽ ഞങ്ങൾ നന്നായിട്ട് പോരാടുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. മറ്റേ സീറ്റ് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അല്ല അല്ല, അത് അവരുടെ നല്ല കാൻഡിഡേറ്റിന് അവർ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അവിടെ മത്സരിക്കുന്നത്, അവരുടെ സിറ്റിംഗ് സീറ്റാണ്. നല്ല ആഹ്ലാദത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കല്ലുകടി അല്ല, അതിപ്പം ജനവികാരം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ കേരളം ഭരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തതായിട്ട് ഞാൻ കണ്ടു. ഇന്നലെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു. തോൽവി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ജനങ്ങൾ അത്രയേറെ എതിരാണ് ഈ സർക്കാരിന്. പോലീസ് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിവരം കൊടുക്കണ്ടേ? എന്ത് ഇൻ്റലിജൻസ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ കൊടുക്കുമല്ലോ വിവരം. വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കെ.സി. വേണുഗോപാലിന്റെ പരാമർശമാണ് ക്ഷേമ പെൻഷൻ. അപ്പോൾ അതിനുള്ള ജനങ്ങൾ എൻ്റെ ഒരു പരാമർശം അല്ലല്ലോ സാറേ. ഞാൻ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അവസാന ദിവസം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ദേശീയപാതയിലെ അഴിമതി, ഒന്ന് മലപ്പുറം പ്രസംഗം, മൂന്നാമത്തെ ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷന് ഏറ്റവും വലിയ തെളിവല്ലേ 20-ാം തീയതി കൊടുക്കുന്നു പറഞ്ഞ് 16-ാം തീയതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 20-ാം തീയതി 19-ാം തീയതി ഇലക്ഷൻ കഴിയുക, അത് ഉത്തരവിൻ്റെ ആവശ്യമില്ല. ഒരു ഉത്തരവിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഗഡു കൊടുക്കുന്നതിന് അതിലൊരു പത്രപ്രസ്താവനയുടെ ആവശ്യമുണ്ടോ? ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയായിരുന്നു, പ്രസ് റിലീസ്. എത്രാം തീയതി? 16-ാം തീയതി. 20-ാം തീയതി പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 20-ാം തീയതി കൊടുക്കുന്ന 20-ാം തീയതി ഉത്തരവിലൂടെ കൊടുത്താൽ പോരെ? അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തന്നെയാണ് അതും ചെയ്തത്. അപ്പോൾ അതൊന്നും ഈ ജനം എന്ന് പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അതേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിപ്പിച്ച് ജനങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ചില മാധ്യമങ്ങളൊക്കെ അതിൽ വോട്ടെടുപ്പ് നടത്തി അതിൻ്റെ പേരിൽ. ചിലരൊക്കെ നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ഇത് വലിയ തിരിച്ചടി ആവൂലെന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കുറച്ചു. ഇപ്പോഴും അത് തന്നെ തെളിയിച്ചു അവർ തന്നെ ഈ 16-ാം തീയതി ഉത്തരവോടുകൂടി. അല്ല ഗോവിന്ദൻ മാഷുടെ പ്രസ്താവന സത്യം പറഞ്ഞതല്ലേ ഗോവിന്ദൻ മാഷ്? അത് തന്നെയല്ലേ ഇപ്പം ഒരു സ്ഥാനാർത്ഥിയെ BJP കണ്ടെത്തിയത് എന്തിനാണ്? കോൺഗ്രസിന് കിട്ടേണ്ട പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നല്ലേ നോക്കിയത്. അതായിരുന്നില്ലേ BJP സ്ഥാനാർത്ഥി നിർത്തുന്നതിൻ്റെ ഉദ്ദേശം. ഇപ്പൊ നിലമ്പൂരാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞു തന്നെ, ഇനി ഇപ്പുറത്ത് വേറൊന്നും പറയില്ല. തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരുടെ വോട്ടും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ തരാൻ ആഗ്രഹിക്കുന്ന വോട്ടും വാങ്ങും. അത് ഏതെങ്കിലും കണ്ടീഷൻ്റെ പുറത്ത് വാങ്ങിക്കുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ധാരണയുടെ പുറത്ത് വാങ്ങിക്കുന്നില്ല. ഇത് ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ആ വോട്ട് തന്നിട്ടുണ്ടാവും. നല്ല കാര്യം, വോട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ അതിനകത്ത്. പോകത്തിൻ്റെ കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പ്രാവശ്യവും AICC തന്നെ നേരിട്ട് കാര്യങ്ങൾ നോക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. AICCയുടെ ടീമുണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി ദിവാദാസ് മുൻഷി അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇത് നിലമ്പൂർ വയനാടിൻ്റെ ഭാഗമായതുകൊണ്ട് സാധാരണ വയനാട്ടിലത്തെ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് അങ്ങനെയാണ്. വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ പ്രോസസ്സ് ആ ഒരു സിസ്റ്റത്തിലാണ് പോകാറുള്ളത്. അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലൊക്കെ ആര്യൻ ഷൗക്കത്തിന് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുക. പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം ഗുണം ചെയ്തു. പിന്നെ സംശയം എന്താ? പ്രിയങ്ക ഗാന്ധിയുടെ വരവുണ്ടാക്കിയ ആവേശം വളരെ വലുതായിരുന്നു അവിടെ. UDFൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കെട്ടുറപ്പ്, പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ, അതെല്ലാം അവിടെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല. ഇത് ക്ലിയറാണ്. കേരളത്തിലെ ജനമനസ്സ് വളരെ ക്ലിയറാണ്. ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ജനമനസ്സ് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലിയറാണ്. അവരത് കേൾക്കുന്നില്ല. അവർ കൂടുതൽ ഭക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പോട്ടെ, അവരിപ്പോഴും അതിനെ ന്യായീകരിക്കാൻ നിൽക്കുമായിരിക്കും. പക്ഷേ ക്ലിയറാണ് ജനങ്ങളുടെ മനസ്സ്. അത് പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനമനസ്സാണ്.
അത് കൃത്യമാണ്. പിന്നെ അവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. അവർ കേരളത്തിൽ വന്ന് സമുദായങ്ങളെയൊക്കെ തമ്മിലടിപ്പിച്ച് ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടാം എന്ന് കണക്കിലെടുക്കുന്ന BJPയുടെ മോഹങ്ങൾക്കുള്ള ഏറ്റവും കനത്ത ആഘാതം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് കേരള ജനത ഒരിക്കലും അംഗീകരിക്കില്ല. കേരള ജനത ഇതിനൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാകും ഒരാളുടെ പൊളിറ്റിക്സും. ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കിട്ടുന്നിടത്തെല്ലാം ക്രൈസ്തവരെ ആക്രമിക്കുക, കേരളത്തിൽ വന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തുക, എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയുക. ഇതൊക്കെ പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നവരല്ല കേരളത്തെ ജനം. അവർ സാമാന്യം എല്ലാം കണ്ടും മനസ്സിലാക്കിയും വോട്ട് ചെയ്യുന്നവരാണ്. അതുതന്നെയാണ് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഇപ്രാവശ്യവും തന്നെ പാലക്കാട് ബൈ ഇലക്ഷനും അത് തന്നെ. മുനമ്പായിരുന്നു ഏറ്റവും വലിയ വിഷയം, പാലക്കാട് ബൈ ഇലക്ഷൻ. അവിടെയും ക്രൈസ്തവ സഹോദരന്മാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്തു കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകട്ടെ, അത്യാവശ്യം പാർട്ടിയുടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ, കൊള്ളാവുന്ന നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സെങ്കിലും ഉണ്ടാവുമായിരുന്നു.